ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ഞാൻ എന്താണ് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ്. ഇത് കേരള റെസ്റ്റോറൻറ്റുകളിൽ ഉണ്ടാക്കുന്ന സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ സോസൊക്കെ ഒന്നും ചേർക്കാതെ തികച്ചും കേരള സ്റ്റൈലിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ റെസിപ്പി എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. കപ്പ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കേരള തനിമ വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടി ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുരിഞ്ഞ് കഴിയുമ്പോഴേക്കും അതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് പരിപ്പ് വറുത്തെടുക്കാം. ഏത് പരിപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. കടലപ്പരിപ്പോ അല്ലെങ്കിൽ പീസ് പരിപ്പോ സാമ്പാർ പരിപ്പോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഈ പരിപ്പ് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പായസപ്പരിപ്പും കൂടി ചേർക്കുക. പായസപ്പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉഴുന്ന് പരിപ്പും ചേർക്കാവുന്നതാണ്. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് 2 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിടുക. 2ആക്കി കീറിയിട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് പൊട്ടിക്കഴിയുമ്പോഴേക്കും വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. അതേ പാനിൽ തന്നെ കുറച്ചുകൂടി എണ്ണ ഒഴിക്കുക. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ എണ്ണയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കടുക് ചേർത്ത് പൊട്ടിക്കുക. 1 ടീസ്പൂൺ കടുകാണ് ഞാൻ ചേർത്തത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊടിയായി അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇഞ്ചി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴേക്കും ഒരു മണം വരും. മുരിയൊന്നും വേണ്ട. നന്നായിട്ട് ഇഞ്ചി മൂത്ത മണം വരുമ്പോഴേക്കും അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാള ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു പച്ചമുളകാണ് ഇതിലേക്ക് ചേർക്കുന്നത്. എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഇതൊരു വലിയ പച്ചമുളക് ആയതുകൊണ്ട് ഞാനൊരു പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ. കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ 2-3 പച്ചമുളക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. മാവിനൊക്കെ അധികം എരിവ് വന്നാൽ കുട്ടികളൊക്കെ ഒന്നും കഴിക്കൊന്നുമില്ല. അതുകൊണ്ട് കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളതനുസരിച്ച് പച്ചമുളക് ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. ക്യാരറ്റ് ഒന്ന് പതുക്കെ വാടിയാൽ മതി. ഗ്രേറ്റ് ചെയ്തതായതുകൊണ്ട് ഇത് പെട്ടെന്ന് വേകും. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. തേങ്ങ ചിരകിയത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റ് വാടിയതിന് ശേഷം ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കുക. നമ്മൾ കപ്പ ഞാൻ ഉപ്പിട്ട് വേവിച്ചതാണ്. അതുകൊണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടുതൽ അങ്ങോട്ട് വെന്ത് പോകാതെ ഒന്ന് വേവ് നിർത്തി എടുക്കണം കപ്പ. അതിന് ശേഷം നമ്മൾ കൈകൊണ്ട് പൊടിച്ചെടുത്താലും മതിയാകും. കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോഴേക്കും ഇത് പൊടിഞ്ഞ് കിട്ടും. അങ്ങനെ പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇപ്പോൾ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഈ മസാലയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കപ്പ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പക്ഷേ അത് കുറച്ച് പശ പോലെ വരും. ഇത് അപ്പോൾ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കൈകൊണ്ട് പൊടിക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും പരിപ്പും ഒക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. 2-3 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ട് കുക്ക് ചെയ്യുക. നന്നായിട്ട് ഉപ്പുമാവിൽ ഇത്
എല്ലാ ഭാഗത്തും ആയി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്കിനി ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടിയേ ഉള്ളൂ ചേർക്കാനായിട്ട്. കുറച്ച് മല്ലിയില തൂവി കൊടുക്കാം. മല്ലിയില ലാസ്റ്റ് ചേർത്താൽ ഉപ്പുമാവിന് വളരെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ മല്ലിയില തൂവിയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ടിത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇതിൽ കപ്പലണ്ടിക്ക് പകരം നിങ്ങൾക്ക് കാഷ്യൂ നട്ട്സും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ എന്തെളുപ്പത്തിലാണ് നമ്മൾ ഈ കപ്പ ഉപ്പുമാവ് ഉണ്ടാക്കിയത്. ബ്രേക്ക്ഫാസ്റ്റിന് വളരെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള മീലാണ് കേട്ടോ ഇത്. എപ്പോഴും ദോശ, ഇഡ്ഡലി, പുട്ട് അതൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതിനിടയ്ക്ക് നമുക്കിതുപോലെ കപ്പ ഉപ്പുമാവും ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. വളരെ ഹെൽത്തിയാണ്. പിന്നെ കപ്പ ഇപ്പം നല്ല സുലഭമായിട്ട് കിട്ടുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.